ഗാസയിലെ യുദ്ധം അവസാനിപ്പിച്ച് സമാധാനം പുനഃസ്ഥാപിക്കാനായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച 20-ദിന പദ്ധതിയിൽ ഇനി അറിയാനുള്ളത് ഹമാസിന്റെ അഭിപ്രായം മാത്രം. അവർ കൂടി അംഗീകരിച്ചാൽ 2 വർഷമായി തുടരുന്ന യുദ്ധത്തിന് അവസാനമാകും. 3-4 ദിവസത്തിനകം മറുപടി നൽകിയില്ലെങ്കിൽ പരിണിതഫലം അനുഭവിക്കേണ്ടി വരുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിപ്പിക്കാനും തുടർന്ന് 72 മണിക്കൂറിനകം എല്ലാ ബന്ദികളെയും ഹമാസ് മോചിപ്പിക്കാനും വ്യവസ്ഥ വയ്ക്കുന്നതാണ് പദ്ധതി. ഇസ്രായേലും പലസ്തീൻ അതോറിറ്റിയും സൗദി, ജോർദാൻ, UAE, ഖത്തർ, ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളും ഇത് അംഗീകരിച്ചിട്ടുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ ലോക നേതാക്കളും സ്വാഗതം ചെയ്തു. റഷ്യയും ചൈനയും പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. പദ്ധതി ഹമാസ് വിശദമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അറബ് രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെ ഇത് അംഗീകരിക്കാൻ വലിയ സമ്മർദ്ദമാണ് ഹമാസിനുമേലുള്ളത്. എന്നാൽ സമാധാന പദ്ധതി പൂർണ്ണമായും ഇസ്രായേലിനെ അനുകൂലമാണെന്നും വേരോടെ പിഴുതെറിയാൻ ലക്ഷ്യമിട്ടുള്ള നടക്കാത്ത വ്യവസ്ഥകൾ അടിച്ചേൽപ്പിക്കുന്നതാണെന്നും ഹമാസിന് പരാതിയുള്ളതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. ആയുധമുപേക്ഷിക്കണമെന്ന നിർദ്ദേശം നേരത്തെ പലതവണ ഹമാസ് തള്ളിയതുമാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി വൈറ്റ് ഹൌസിൽ തിങ്കളാഴ്ച നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് ട്രംപ് പദ്ധതി വിശദാംശങ്ങൾ പുറത്തുവിട്ടത്. ഹമാസ് ഇത് തള്ളിയാൽ ഗാസയിൽ ഇനി ഇസ്രായേലിനെ എന്ത് നടപടിയുമായും മുന്നോട്ടു പോകാമെന്നും അതിനെല്ലാം യുഎസിന്റെ പൂർണ്ണ പിന്തുണയുണ്ടെന്നും ചർച്ചകൾക്ക് ശേഷം ട്രംപ് പറഞ്ഞിരുന്നു. 2023 ഒക്ടോബർ 7-ന് ഇസ്രായേലിൽ ഹമാസ് നടത്തിയ ആക്രമണത്തോടെയാണ് ഗാസ യുദ്ധം തുടങ്ങിയത്. ഇസ്രായേലിൽ അന്ന് 1139 പേർ കൊല്ലപ്പെട്ടു. 200 പേരെ ബന്ദികളാക്കി ഹമാസ് ഗാസയിലേക്ക് മാറ്റി. തൊട്ടു പിന്നാലെ ഇസ്രായേൽ ഗാസയിൽ ആക്രമണം ആരംഭിക്കുകയായിരുന്നു.